ഈ പ്രകൃതി ആസ്വദിക്കാൻ കഴിവുള്ളവരാണോ നിങ്ങൾ? ഇതാ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇതുപോലൊരു കാടിന്റെ നടുക്ക് ഒരു വെള്ളച്ചാട്ടം. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അങ്ങ് ദൂരെ കാണുന്നില്ലേ ഒരു വെള്ളച്ചാട്ടം? അപ്പൊ നമുക്കതിന്റെ മേലത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ പാലൂർ കോട്ട വെള്ളച്ചാട്ടം. അതായത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോകുന്ന വഴി കണ്ണുങ്ങപുരമാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി പണച്ചെലവില്ലാതെ നമ്മുടെ ജില്ലയിൽ തന്നെ ഇതുപോലുള്ള ഒത്തിരി കാഴ്ചകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ശരിയായ കാഴ്ചകളിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജിത്താണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇതാ പാലൂർ കോട്ട വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ്. നമ്മുടെ പെണ്ണുതാ കാറിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പെണ്ണുവിന്റെ കൃഷ്ണനും ഉണ്ട് കേട്ടോ കൂടെ. അതെ അപ്പൊ ഇതാണ് നമ്മുടെ ആയുർവേദത്തിന്റെ സ്വന്തം നാടായ കോട്ടക്കല്. അപ്പൊ അവിടുന്ന് ഞങ്ങൾ നേരെ പെരിന്തൽമണ്ണ കടങ്ങുമരം ജുമാ മസ്ജിദിന്റെ അവിടുന്ന് നമ്മൾ ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഉള്ളിലേക്ക് പോകാനായിട്ടുണ്ട്. ഈ കാണുന്ന ബൈക്കുള്ള ആളുകളൊക്കെ അങ്ങോട്ടുള്ള യാത്രകളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് വരുന്നവർക്ക് പാലൂർ കോട്ട വെള്ളച്ചാട്ടം എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ലൊക്കേഷൻ കിട്ടും. അപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരം വരെ നമുക്ക് വാഹന പോവുള്ളൂ. അവിടെ വണ്ടി നിർത്തി നമുക്ക് കുറച്ച് നേരം നടക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ് കേട്ടോ. ഇവിടെ ഈ കാര്യമായിട്ടൊരു വഴിയൊന്നും ഇല്ലാതെ തോന്നുന്നു. കാരണം ഫസ്റ്റ് തന്നെ ഒരു ഗേറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. ഇതൊക്കെ വാട്ടർഫാൾ കണ്ട് തിരിച്ചു വരുന്നവരുടെ തിരക്കാണ്. അപ്പം ഞാനും ശ്രീജിനും ശ്രേയും കൂടി മുന്നേ നടക്കുകയാണ്. ഏട്ടനും ഏട്ടത്തിയൊക്കെ പിന്നിൽ വരുന്നുണ്ട്. ഇതൊരു മനുഷ്യനിർമ്മിത കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഇവിടെയൊക്കെ നമുക്ക് പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയൊരു പാട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ പാറ പൊട്ടിച്ച് അവിടെ മേലെ സ്റ്റോർ ചെയ്തുന്ന വെള്ളം ഒരു വെള്ളച്ചാട്ടമായിട്ട് രൂപപ്പെട്ടതാണെന്നാണ് ബലമായ സംശയം. അപ്പോൾ ഇവിടുന്നാണ് ആദ്യമായിട്ട് നമുക്ക് ആ വ്യൂ കാണുക. അതാണ് പാലൂർ കോട്ട വെള്ളച്ചാട്ടം. നമുക്ക് അത്രയും ദൂരം അവിടെ കയറി അതിൻ്റെ മേലെത്തണം. അപ്പോഴാണ് ശരിക്കും വാട്ടർഫാള് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ വെള്ളച്ചാട്ടം എൻ്റെ നാട്ടിലുള്ളതാണെങ്കിലും കള്ളം പറയാൻ എനിക്ക് വയ്യ. കാരണം ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് ഞാൻ മുമ്പ് പറയണ്ടായി. മുൻപ് വേറൊരു വീഡിയോയിൽ ഞാൻ കാണുകയുണ്ടായി ഇത് പ്രകൃതിദത്തമാണെന്നും ഇവിടെ പണ്ട് ടിപ്പു സുൽത്താൻ്റെ ഒളിത്താവളമായിരുന്നത്. ടിപ്പു സുൽത്താൻ കേരളത്തിൽ വന്നതും ഒളിച്ചു താമസിച്ചത് എന്തിനാണെന്ന് എന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാം അറിയാം. നമ്മുടെ നാടിൻ്റെ ചരിത്രം ഒത്തിരി കള്ളന്മാരുടെ കയ്യിലെത്തിയ ഒരുപാട് വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മേലെയാണ് ടിപ്പു സുൽത്താൻ ഒളിച്ചു താമസിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ ബോർവെൽ ഉപയോഗിച്ച്, അതായത് കരിങ്കൽ കോറി പൊട്ടിച്ച പാടും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെ ഇത് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ കയറണം. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ് കേട്ടോ കുറച്ച് സാഹസികം. എന്തായാലും നമ്മൾ കയറാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏട്ടനും ഏട്ടത്തിയും കൊച്ചുങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാണ് മേലേക്ക് കയറേണ്ട വഴി. നമ്മുടെ ശ്രീജിനും ശ്രീമോളും മുന്നിൽ കയറാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ദുർഘടം പിടിച്ചതായി കല്ലിടുക്ക് കൂടെ വേണം കയറാനായിട്ട്. ഞങ്ങൾക്ക് മുമ്പ് വാട്ടർഫാൾസിൻ്റെ മേലേക്ക് കയറി ഇറങ്ങുന്നവരാണ് ഈ ഓപ്പോസിറ്റ് സൈഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലത്തെ കാഴ്ചകളിലേക്ക് പോകാം. ആ ആൾക്കാർ നിൽക്കുന്ന അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വാട്ടർഫാൾസിൻ്റെ ആദ്യ കാഴ്ച കണ്ടത്. നമ്മൾ ഇത്രയും ദൂരം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയും കയറാനായിട്ടുണ്ട് നമുക്ക്. അപ്പം ഇന്ന് ജൂൺ 28 കേട്ടോ. മഴ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഈ പാറയിലൊക്കെ വഴുക്കൽ കുറവുണ്ട്. മുൻപ് ഞാൻ വന്ന സമയത്ത് ഇവിടെ നല്ല സ്ലിപ്പായിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ദൂരെയായിട്ട് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി പോകാനുണ്ട്. ശ്രീമോള് ചെരുപ്പൊക്കെ ഊരി കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടാ. എന്തായാലും മക്കൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. കാരണം നല്ല ഉഷാറായിട്ട് ഈ കുന്നുമലയൊക്കെ കയറി പോകുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഇനി കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ്. കാരണം എന്താ വെച്ചാൽ
നല്ല നനവുണ്ട്. സ്ലിപ്പാകാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം ഫുൾ ടൈം ഈ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് കാല് വഴുതി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ മലയുടെ നമ്മളെ താഴെ വന്ന നേരം കണ്ട ആ പനയാണിത്. ഏകദേശം അതിന്റെ ടോപ്പായിട്ട് എത്തിയിട്ടുണ്ട് നമ്മള്. ഇങ്ങനെ നമ്മളിതാ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിന്റെ മേലേക്ക് പോകണം, അവിടെയാണ് ഇതിന്റെ ഉത്ഭവം. പക്ഷെ മക്കളുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതാ എൻ്റെ സ്വന്തം നാട്ടില് പെരിന്തൽമണ്ണയ്ക്കടുത്തല്ല പാലൂർക്കോട്ടയിലാണ് നമ്മൾ എന്നുള്ളത്. ഇതാണ് ഈ പാലൂർക്കോട്ട വെള്ളച്ചാട്ടം വരുന്നത്. അപ്പൊ ഇപ്രാവശ്യം മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. എനിക്കിതിൽ തന്നെ കാണാൻ കഴിയും. കണ്ടോ, ഈ ഭാഗത്തൂടെ ഒക്കെ നിരന്ന് വെള്ളം വീണുകൊണ്ടിരുന്നതാണ്. ഇപ്പം വളരെ കുറച്ച് മാത്രമേ ഇത് താഴേക്ക് പതിക്കുന്നുള്ളൂ. നമ്മൾ കോട്ടയിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടില് കടുങ്ങപുരം നിന്നാണ് ഈ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ കഴിയുക. അപ്പൊ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ ഒരു വെള്ളച്ചാട്ടമാണ് ഇതാ നമ്മുടെ ഈ പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. നമ്മുടെ വർക്കിന്റെ തിരക്കൊക്കെ ഒഴിവാക്കി ഞായറാഴ്ചകളിൽ നമ്മൾ ഇതുപോലെ ഓരോ പരിപാടി പ്ലാൻ ചെയ്യും. ഒത്തിരി പേരിതാ കുളിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മുൻപ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2026 നല്ല മഴ ലഭിച്ചുകൊണ്ട് തന്നെ നല്ല വെള്ളച്ചാട്ടമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്കിതാ ഇവിടെ വാട്ടർഫാൾസ് കുറവാണ്. കാരണം മഴ പൊതുവെ കുറവായതുകൊണ്ട് തന്നെ. ഇവിടുത്തെ സമീപവാസികൾ പറയുന്നത് ഇതിൻ്റെ മേലൊരു കുളമുണ്ട്, അതിലത്തെ ഓവർഫ്ലോ ആണ് ഈ വെള്ളച്ചാട്ടമായിട്ട് താഴേക്ക് വരുന്നതെന്നാണ്. അത് നമുക്ക് മറ്റൊരു ദിവസം വീഡിയോ ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്ന സംഭവം കേട്ടോ ഭയങ്കര റിസ്ക്. കാരണം വെച്ചാൽ നല്ല വഴുക്കലാണ്. കാരണം ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒന്ന് കാല് തന്നെയാ നേരെ താഴെ നമ്മൾ ഫസ്റ്റ് കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്തും. അപ്പോൾ അതാണ് ഒത്തിരി പ്രശ്നം. അതാ നമ്മുടെ കേട്ടോ പെണ്ണൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കാഴ്ച ഞാൻ കാണിക്കാം. വലിയൊരു കരിമ്പാറയുടെ ഒരു മലയായിരുന്നു തോന്നുന്നു. അത് കംപ്രസർ ഉപയോഗിച്ച് പൊട്ടിച്ച പാടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ ആദ്യം കാണുന്നത് ഇതിന് താഴെയായിട്ടോ, ആ ഭാഗത്ത് ഇങ്ങനെ ആയിട്ടാണ് ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ കാണുന്നത്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ. വെള്ളച്ചാട്ടം കാണാനായിട്ടുള്ള ത്രില്ല് കൊണ്ട് നമ്മൾ മേലേക്ക് കയറിപ്പോയ പോലെയല്ല കേട്ടോ താഴേക്ക് ഇറങ്ങാനായിട്ട്. ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, ശരിക്കും സ്ട്രെയിൻ ചെയ്ത് കയറാൻ പറ്റിയവർ മാത്രം കയറുക. ഇങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളിതാ താഴെ എത്തിയിട്ടുണ്ട്. നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. കാഴ്ചക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതാണ്. സമയത്ത് 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. നമുക്ക് ഒത്തിരി ദൂരം ഇവിടുന്ന് ഉണ്ട്. ഏകദേശം കോട്ടക്കൽ നിന്ന് 7 കിലോമീറ്ററോളം ഉണ്ട്. ഇതുവഴി മേലേക്ക് പോയാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗത്തെത്താൻ പറ്റും. പക്ഷേ കുറച്ച്
റിസ്ക് പിടിച്ച വഴിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കാറ് നിർത്തി അവിടേക്ക് പോവുകയാണ്. ഈ വഴിയായിട്ട് വഴിയോര കച്ചവടക്കാരൊക്കെ വൈകുന്നേരം ആകുമ്പോഴാണ് സജീവമാകുന്നത്. പിന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ ആൾക്ക് അത് വേണം കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോ സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഈ സൺഡേയിലെ രാത്രി ഭക്ഷണം നമ്മൾ പുറത്തുനിന്നാക്കി കേട്ടോ. നമ്മളിത് ആ മുട്ടിപ്പടി പീസും റൈസും അൺലിമിറ്റഡ് റൈസാണ് അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ടുള്ള പീസുകൾ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റൈസ് എത്തിയിട്ടുണ്ട്. അപ്പം ഫ്രഷായിട്ട് പൊരിച്ച് തരികയാണ് കേട്ടോ ഇവർ. എൻ്റെ നാടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വൈകുന്നേരങ്ങളിൽ ഇതുപോലുള്ള കടകൾ സജീവമാകും. അതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾ പുറത്തുനിന്നാണ് രാത്രിയിലെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.